ബി അശോകും എൻ പ്രശാന്തും തിരികെ സർവീസിലേക്ക്. സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കെ സുരേഷ് കുമാറിന്റെ പുസ്തകം. VS സർക്കാരിന്റെ തുടർഭരണം ഇല്ലാതാക്കിയത് പിണറായി വിജയൻ. 2011 13 മണ്ഡലങ്ങളിൽ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നും ആരോപണം. ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ചൊവ്വാഴ്ച. മർദ്ദന ദൃശ്യങ്ങൾ 20 തവണ കണ്ട് കോടതി. മൊഴിയെടുപ്പിൽ നാടകീയ രംഗങ്ങൾ. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പൊട്ടിക്കരഞ്ഞ് ഗ്രേഡ് SIമാർ. ഫയലുകൾ തിരുത്തിയത് ADGP അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം. E. ശ്രീധരന്റെ അതിവേഗ പാതാ പദ്ധതി പഠിക്കാൻ സർക്കാർ 4-അംഗ സമിതിയെ നിയോഗിച്ചു. ഗതാഗത സെക്രട്ടറി അധ്യക്ഷൻ. 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ CPIയെ കൈവിട്ട് CPM കേന്ദ്ര നേതൃത്വവും. തീരുമാനം കേരള ഘടകമെടുക്കട്ടെ എന്ന MA ബേബി. പ്രതികരണം പ്രശ്നത്തിൽ ഇടപെടണമെന്ന D. രാജയുടെ ആവശ്യത്തിന് പിന്നാലെ. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജാഗ്രത. ഈ മാസം 8 വരെ ശക്തമായ മഴ തുടരും. ജന്തർ മന്ദറിൽ കോക്രോച്ച് പാർട്ടിയുടെ പരസ്യ പ്രതിഷേധം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. വിദ്യാഭ്യാസ മേഖലയിലെ ഡിജിറ്റലൈസേഷൻ അടക്കം 5 ആവശ്യങ്ങളും. പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ് കെ ഡൽഹിയിലെത്തിയത് അമേരിക്കയിൽ നിന്ന്. രാജ്യതലസ്ഥാനം കനത്ത സുരക്ഷയിൽ. തിരുവനന്തപുരത്ത് ഗുണ്ടാക്രമണത്തിൽ പ്രതിപിടിയിൽ. അറസ്റ്റിലായത് തകരപ്പറമ്പ് കുട്ടൻ. മകനെയും അച്ഛനെയും റോഡിലിട്ട് തല്ലിച്ചതച്ചത് വാഹനത്തിന് സൈഡ് ചോദിച്ചതിന്. അമ്മയിലെ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സമിതി. പ്രസിഡന്റ് ശ്വേത മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും സമിതിയിൽ. രമേശ് പിഷാരടിയും മുത്തുമണിയും പൊന്നമ്മ ബാബുവും അംഗങ്ങൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPMന് തിരിച്ചടി. നേതാക്കൾ വിചാരണ നേരിടണമെന്ന് PMLA കോടതി. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കണ്ടെത്തൽ. വിചാരണ നേരിടേണ്ടത് 28 പ്രതികൾ. KPCC നേതൃയോഗത്തിൽ സണ്ണി ജോസഫിന് വിമർശനം. സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയതിനെതിരെ നേതാക്കൾ. ബന്ധു നിയമനമെന്ന ആക്ഷേപത്തിന് ഒരുക്കിയെന്ന് കുറ്റപ്പെടുത്തൽ. വിമർശനമുണ്ടായില്ലെന്ന് സണ്ണി ജോസഫ്. വൈഭവ് സൂര്യവംശി 2020 ഇന്ത്യൻ ടീമിൽ. ശ്രേയസ് അയ്യർ ടീം ക്യാപ്റ്റൻ. സൂര്യകുമാർ യാദവ് ടീമിൽ നിന്നും പുറത്ത്. സഞ്ജു സാംസൺ തുടരും.